മർക്കോസ് അറിയിച്ച സുവിശേഷം അധ്യായം 7 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് ഞങ്ങളെ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഇതിനോടകം നാം നടന്നു നീങ്ങിയ വഴികൾ എപ്രകാരമുള്ളതായിരുന്നു? ഹൃദയത്തിൻ്റെ തെരുവിൽ നിന്നും അധരങ്ങൾ സംസാരിക്കുന്നു. നിന്റെ ഹൃദയം യഥാർത്ഥത്തിൽ നന്മയുള്ളതോ തിന്മയുള്ളതോ? സ്വാർത്ഥതയെ താലോലിക്കുന്ന നിന്റെ ഹൃദയ വിചാരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് എന്തു പറയാനാകും? അനുതാപത്തിനും ഹൃദയ പരിവർത്തനത്തിനുമുള്ള ആഹ്വാനവുമായി ഒരു നോമ്പുകാലം കൂടി നമ്മെ സമീപിക്കുകയാണ്. ഒരു ചുവടൊന്ന് മാറ്റി ചവിട്ടിയിരുന്നുവെങ്കിൽ. നാം നടന്നു നീങ്ങിയ വഴികൾ കർത്താവിന് പ്രിയപ്പെട്ടതായിരുന്നു. നമ്മുടെ ചുവടുകൾ മാറ്റി ചവിട്ടാൻ സമയമായില്ലേ? സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക്, സ്നേഹരാഹിത്യത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക്, ഞാൻ മതി എനിക്ക് എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് അവരൻ കൂടി വേണം എന്ന ചിന്തയിലേക്ക് കടന്നു വരാൻ സമയമായില്ലേ? എനിക്ക് ആരും വേണ്ട, ഞാൻ മതി എനിക്കെന്ന ചിന്തയിൽ നിന്നും തമ്പുരാൻ നിന്നെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ രാത്രി നിന്റെ പ്രാണൻ നിന്നിൽ നിന്നും ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചത് ആരുടേതാകും? ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ ധ്യാനപൂർവ്വം നമുക്കൊന്നായിരിക്കാം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇതുവരെ നാം പിന്നിട്ട വഴികൾ തമ്പുരാന് പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ കാലടികൾ ഒന്ന് മാറ്റി ചവിട്ടാൻ സമയമായില്ലേ? ഈ ലോക സന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന എൻ്റെ ഹൃദയത്തെ യേശുവിൻ്റെ ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വയ്ക്കാൻ സമയമായില്ലേ? ഇതിനുള്ള ഒരു ആഹ്വാനമാണ് ഈ നോമ്പുകാലം. ഈ നോമ്പുകാലം യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെ കടന്നു പോന്ന് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ നമുക്കൊക്കെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിക്കുന്നു എന്ന്.